ചുമ്മാ ഇരുന്ന് കരയാറുണ്ടോ? ഏ ചുമ്മാ ഒരു കാരണവുമില്ല, ആവശ്യമില്ലാതെ എവിടെയെങ്കിലും കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ അകാരണമായിട്ട് വിഷമം വന്ന് കരയാറുണ്ടോ? ഏ അങ്ങനെ കരച്ചിൽ വരുന്നെങ്കിൽ പിടിച്ചു വെക്കണ്ട, കരയുന്നതാണ് നല്ലത്. മനസ്സിലായോ? ആ കരയുന്നതിലൂടെ അത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി, നെഗറ്റീവായിട്ടുള്ള സംവിധാനം കയറി കഴിഞ്ഞാൽ, ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ശരീരമായിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കരച്ചിൽ. ഓക്കെ, എന്നുവെച്ചാൽ അകാരണമായിട്ട് കരച്ചിൽ വരുമ്പോൾ, അങ്ങനെ കരച്ചിൽ വരികയാണെങ്കിൽ അത് പിടിച്ചു വെക്കില്ല, കരഞ്ഞോണം. ഓക്കെ, കരഞ്ഞോണം എന്ന് പറയാൻ കാര്യം, അങ്ങനെ കരയുമ്പോൾ അതങ്ങ് പോവും, അത് അങ്ങ് നശിച്ചു പോവും, ഇല്ലാതായി പോവും. നമ്മൾ ഈ കരച്ചിൽ, നമ്മളുടെ ഇമോഷൻസ് നമ്മൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കും. അതിന് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ വിഷമം വരുന്നത്, എന്തുകൊണ്ട്, എന്ത് കാരണത്താലാണ്? പല കാരണങ്ങളാവാം. നമ്മളുടെ ജീവിത ശൈലികളാവാം, നമ്മുടെ ഉറക്കമില്ലായ്മയാവാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഭാവിയെക്കുറിച്ച് ആലോചിച്ചുള്ള ടെൻഷൻ ആവാം. അങ്ങനെ പല കാരണങ്ങളാവാം. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് വിഷമം വരും, നമ്മളങ്ങ് കരയും, ഇല്ലേ? പക്ഷേ ചിലരിത് അടക്കി വെച്ചിരുന്നാൽ അത് സ്യൂസൈഡ് വരെ കൊണ്ടുപോകും. ഇപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഒരാളായിരിക്കും, വൈകിട്ടാകുമ്പോൾ ചിലപ്പം പുള്ളി സൂസൈഡ് ചെയ്തതെന്ന് നമ്മൾ കേൾക്കുകയാണ്, പുള്ളി ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ കേൾക്കുകയാണ്. വളരെ വിഷമം ഉണ്ടാക്കും. മനസ്സിലായോ? അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അപ്പം ഒരാൾ സ്യൂസൈഡ് ചെയ്ത് കഴിയുമ്പോൾ, ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ അത് കഴിയുമ്പോൾ നമ്മൾ പറയും, അയ്യോ അവൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അവനെന്താ ബുദ്ധിയില്ലേ, അവൻ എന്ത് പൊട്ടത്തരമാണ്, അവൻ എന്ത് മണ്ടത്തരമാണ് ഈ കാണിച്ചത് എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ നാളെ ഇതേ ഒരവസ്ഥ നമുക്കും വരും. ചിലപ്പോൾ അടുത്ത ആരും കാണില്ല, നമുക്ക് ഇതേപോലെ സൂസൈഡ് ചെയ്യണമെന്നുള്ള ടെൻഡൻസി വരും. നമുക്ക് വിഷമം കൂടുമ്പോൾ നമ്മൾ എന്തിന് ജീവിക്കുന്നു, നമ്മളുടെ ഉള്ളിലിരുന്ന ഒരു നെഗറ്റീവ് സംഭവം നമ്മളിത് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? ചിലർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല, അവർ സൂസൈഡ് ചെയ്യും. ഇപ്പം ഇത് ചെറിയ കൊച്ചു കുട്ടികൾ പലരും ഉണ്ട്, എക്സാമിന് പഠിക്കുന്ന, 10ാം ക്ലാസ്സിലും +1 +2 പഠിക്കുന്ന, എക്സാം എഴുതിക്കൊണ്ടിരിക്കും, ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുറേ പിള്ളേരുണ്ട്. ചിലർക്ക് എക്സാം പേടി, ഭയം കാരണം, അയ്യോ ഞാൻ ഇനി എക്സാം തോറ്റുപോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ, ഞാൻ നാണം കെടില്ലേ, ഞാൻ അത് തോറ്റുപോയി കഴിഞ്ഞാൽ ഞാൻ ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും, എങ്ങനെ ഞാൻ എവരെല്ലാം ഫേസ് ചെയ്യും എന്നുള്ള ചിന്ത വരും. അങ്ങനെ ചിന്ത വന്ന് ചിലർ ആത്മഹത്യക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പല കഥകളും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. നടക്കാത്ത കാര്യമില്ല, പലതും അങ്ങനെ നടന്നിട്ടുണ്ട്. മനസ്സിലായോ? എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നു, ഈ ഒരു ആത്മഹത്യയെക്കുറിച്ചുള്ള? അവർക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ, എക്സാം പൊട്ടട്ടെ, അടുത്ത് ഇനി എക്സാം വരുന്നുണ്ടല്ലോ, ഇതോടെ ജീവിതവും തീർന്നു പോകുന്നില്ല, അങ്ങനെ ചിന്ത വരുന്നില്ലല്ലോ. അതാണ് ഭയം. നമ്മളുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ മറ്റൊരു സാധനം കൺട്രോൾ ചെയ്യുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് പറഞ്ഞു കൊണ്ടെത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടി ഫസ്റ്റ് വീഡിയോ തുടങ്ങിയത്. കാര്യം ഞാൻ ഇത് എവിടെ എഴുതി വെച്ച് പറയുന്നതല്ല, എൻ്റെ മൈൻഡിൽ വരുന്ന കാര്യം ഞാൻ സംസാരിക്കുന്നതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. യഥാർത്ഥം പറഞ്ഞാൽ ഈ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്ന പലരും യഥാർത്ഥം അവരുടെ കൺട്രോളിലല്ല ചെയ്യുന്നത്. മനസ്സിലായോ? അവരുടെ കൺട്രോളിലല്ല, അവരെ ഉള്ളിലിരുന്ന് മറ്റേതോ ഒരു എനർജി കൺട്രോൾ ചെയ്യാണ്, ഒരു നെഗറ്റീവ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പെൻഡ്രൈവിൽ ഒരു വൈറസ് കയറുന്ന പോലെ നമ്മളുടെ മനസ്സൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനകത്ത് പല സാധനങ്ങളും കയറാൻ പറ്റും. പോസിറ്റീവ് സാധനം കയറാൻ പറ്റുമെങ്കിൽ നെഗറ്റീവിനും കയറാൻ പറ്റും. മനസ്സിലായോ? അപ്പം മൈൻഡ് നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൈൻഡ് പോസിറ്റീവ് ആവാനായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം. എക്സാമ്പിൾ യോഗ, ആസനാസ്, പ്രാണായാമം, രാവിലെ 4 മണിക്ക് രാവിലെ നേരത്തെ എണീച്ച് ജപം, തപം, ഇങ്ങനെയുള്ള സാധനത്തിലോട്ട് മനസ്സിനെ കൊണ്ടുപോകണം. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള സാധനം നമ്മളെ തൊടില്ല. നമുക്കൊരു ഉള്ളിലൊരു തോന്നൽ വരും, ഇതിപ്പം പരീക്ഷ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പം തോറ്റാ എന്ത്, ജയിച്ചാൽ എന്ത് എന്നുള്ളൊരു ചിന്ത വരും. നമുക്ക് എന്തിനേയും നേരിടാനുള്ളൊരു മനസ്സ് കപ്പാസിറ്റി വരും. എന്നാൽ ഈ ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, കപ്പാസിറ്റി ഇല്ലാത്തതല്ല,
നമ്മളുടെ മനസ്സിന്റെ കൺട്രോൾ മറ്റെന്തിനോ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. പലരും ആത്മഹത്യ പോലെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് ഇത് പലയിടങ്ങളിലും നടക്കുന്ന ഒരു കാര്യം. ഇതിന് ഇപ്പം കുട്ടികളിൽ പലർക്കും കൺട്രോൾ വരികയാണ്. പലർക്കും സ്ട്രെസ്സാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ സ്ട്രെയിനാണ്, സ്ട്രെസ്സാണ്. എങ്ങനെ വരുന്നു ഇത്? കുട്ടികൾക്കൊന്ന് വെളിയിൽ ഇറങ്ങി കളിക്കാനുള്ളൊരു സംവിധാനം അത് അത് അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ പിള്ളേരൊന്ന് വെളിയിലോട്ട് ഇറങ്ങി പിള്ളേർക്ക് കളിക്കാനും അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അതും ശരിയാവുമായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പൊ വെളിയിലോട്ട് ഇറക്കാൻ പറ്റാത്ത, അച്ഛനമ്മമാരെ കുറ്റം പറയുന്നില്ല, വെളിയിലോട്ട് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം വെളിയിൽ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ പ്രശ്നമാണ്. അപ്പൊ അത് പേടിച്ചാണ് കുട്ടികളെ അകത്തിരുത്തുന്നത്. എന്നാൽ അകത്തിരുത്തിയാലോ കുട്ടികൾ വെളിയിലത്തെ സംഭവങ്ങൾ അറിയുന്നില്ല, മറ്റുള്ളവരുമായിട്ട് നല്ലൊരു രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. അത് അപ്പൊ എന്ത് പറ്റും? ഈ ഒരു ഭയം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ആ കുട്ടികൾക്ക് അറിയില്ല. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളുടെ മുതിർന്നവരുടെ അവസ്ഥ പോലും ഇതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പലരും ഇപ്പം ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നാലും ശരി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ലവ് ബ്രേക്കപ്പ് ആയാൽ ശരി, അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ ജീവിതം അവസാനിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? യഥാർത്ഥം പറഞ്ഞാൽ അവരല്ല കൺട്രോൾ ആക്കുന്നത്, അവരല്ല ചെയ്യുന്നത്. മറ്റൊരു വസ്തു ഉള്ളിലിരുന്ന് കൺട്രോൾ ചെയ്യണം. യഥാർത്ഥം പറഞ്ഞാൽ ഇത് അറിയുന്ന ഒരാളാണെങ്കിൽ ഈ സ്യൂസൈഡിന്റെ സംഭവം അറിയുന്ന, ഇത് ഇങ്ങനൊരു നെഗറ്റീവ് സാധനം നമ്മൾ ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എനർജി എല്ലാം നമുക്ക് മനസ്സിലാവാൻ രീതിയിൽ ഒരു കപ്പാസിറ്റി നമുക്ക് വരികയാണെങ്കിൽ ഈ സാധനം നമ്മളെ ബാധിക്കത്തില്ല. അങ്ങനെ ഒരു തോന്നൽ വന്നാൽ നമ്മൾ ഇതിനെ അവോയ്ഡ് ചെയ്ത് ഇഗ്നോർ ചെയ്ത് വിടും. ഇത് ഇഗ്നോർ ചെയ്യാതെ ഈ സാധനത്തിനെ പിടിച്ച്, ഈ ഒരു മൈൻഡ് സ്റ്റേറ്റിനെ പിടിച്ചു വയ്ക്കുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്, ജീവിത രീതികൾ അങ്ങനെയാണ്. അത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് പലരും ആത്മഹത്യ പോലെയുള്ള പരിപാടികളിലോട്ടൊക്കെ പലരും ഇറങ്ങുന്നത്. കാര്യം അങ്ങനെയാണ്. അതാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു പറഞ്ഞത്. ഓക്കെ, എല്ലാവരെയും കാര്യം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ യോഗ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, അതിനുവേണ്ടി അതിലോട്ട് കൊണ്ടെത്തിക്കുന്നതാണ്. അല്ലെങ്കിൽ ആസനാസ് പ്രാക്ടീസ്, ഇത് അഷ്ടാംഗ യോഗം, യമം, നിയമം, പ്രാണായാമങ്ങൾ, ധാരണം, ധ്യാനങ്ങൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കുട്ടികളിലേക്ക് എത്തിക്കണം. ഇപ്പോഴേ കുട്ടികൾക്ക് അത് പറഞ്ഞു മനസ്സിലാക്കണം. യഥാർത്ഥം പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് പിടിക്കാനായിട്ടൊരു തൂണുണ്ടെങ്കിൽ, ഒരു തൂണുണ്ടെങ്കിൽ കുട്ടികൾ അത് പിടിക്കും. ഈ ഒരു സംഭവത്തിലോട്ട് നമ്മളുടെ യോഗ, ആസനാസ് അങ്ങനെയുള്ള സംവിധാനത്തിലോട്ട് കുട്ടികളേക്ക് കൊണ്ടുവരണം. കാര്യം കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്, മുതിർന്നവരുടെ അവസ്ഥ അതാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ അതിലോട്ട് എത്തിച്ചതാണ്. എന്തെങ്കിലും പറഞ്ഞതൊക്കെ കുളമായോ എന്ന് അറിഞ്ഞൂടാ. എന്തൊക്കെ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് എങ്ങനെ പറഞ്ഞു ഒപ്പിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങ് സ്വാഭാവികമായിട്ട് അങ്ങ് പറയാം. മനസ്സിലാവണമെങ്കിൽ മനസ്സിലാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചായി വീഡിയോ ഇപ്പം ചെയ്തത്. ശരി, എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. നമസ്തേ.